ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി രാവിലെ മടിയുള്ള ദിവസങ്ങളിലേക്ക് 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റവ കൊണ്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. അതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് അവിലാണ്. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ്. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അധികം പുളിയില്ലാത്ത 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഫുള്ളായിട്ടും ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ചുടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതുപോലെ മുകൾ ഭാഗമെല്ലാം ഒന്ന് ഹോൾസ് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറുവശവും കൂടെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ദോശ ഇവിടെ 2 വശവും നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റിയെടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരെണ്ണം കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ദോശയും റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാ ദോശയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.